السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാനരായ പ്രിയപ്പെട്ട സീറ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും പ്രവാചക ചര്യകൾ മനസ്സിലാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറയിലൂടെ കടന്നു പോകാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ഒരു അവസരം ആ ഒരു മൂല്യത്തോടു കൂടി തന്നെ, ആ ഒരു നന്ദിയോടുകൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ആദർശങ്ങൾ, അതേ നയനിലപാടുകൾ, അതേ സ്വഭാവ മര്യാദകൾ, ഗുണഗണങ്ങളൊക്കെ പിൻപറ്റി അത് ജീവിതത്തിൽ അനുവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ ബലാഗ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ട ഹജ്ജിൻ്റെ സന്ദർഭങ്ങൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ, പ്രവാചകൻ്റെ ജീവിതത്തിലെ അന്ത്യസമയങ്ങളോട് അടുക്കുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് അന്നുണ്ടായിരുന്നതിൽ ബഹുഭൂരിഭാഗവും വരുന്ന മുസ്ലിങ്ങൾ അവർ പ്രവാചകനോടൊപ്പം പ്രവാചകനിൽ നിന്ന് പഠിക്കാനായി, ഹജ്ജ് എന്നത് മാത്രമല്ല ദീൻ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനുമായി ഒന്നിച്ചുകൂടിയ ഒരു വലിയ സംഗമം കൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഹജ്ജത്തുൽ വദായിൽ പ്രവാചകൻ പറഞ്ഞു, ഹജ്ജത്തുൽ വദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അറഫയിലുള്ള ഖുതുബയെയോ മറ്റുമായിരിക്കാം നമുക്ക് ഒന്നാമതായി മനസ്സിൽ വരുന്നത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അറഫ ഖുതുബ വളരെ സുപ്രധാനമായിരുന്നു. അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ അപ്പുറത്ത് കുറേയേറെ സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകൾ നടത്തി, ഉപദേശങ്ങൾ കൊടുത്തു. ഞാൻ നിങ്ങളുമായി ഇനി അടുത്ത ഒരു വർഷം ഇങ്ങനെ സന്ധിക്കുമോ എന്ന് അറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആവർത്തിച്ചു പറഞ്ഞു. ആദർശത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞു, ദാവത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞു. മൊത്തം മുസ്ലിങ്ങളുടെ പൊതു നയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് എടുത്തു പറഞ്ഞു. നേതൃത്വത്തിൻ്റെ മുസ്ലിം സമൂഹം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. പ്രമാണങ്ങളെ പിൻപറ്റേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആ പാഠങ്ങൾ സ്വഹാബികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനായിൽ സന്ദർഭങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഉപദേശങ്ങളും ഈ ഘട്ടത്തിലെ ഉപദേശങ്ങളും കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനിയുമുണ്ട്. മിനായിൽ തിരിച്ചെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും വെവ്വേറെ സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു അവർക്ക് താമസിക്കാൻ. മുഹാജിറുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനായിൽ നിന്നാൽ എവിടെയാണോ കഅബ വരിക അതിൻ്റെ വലതുവശം, മിനായുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വലതുവശത്തായിരുന്നു മുഹാജിറുകൾക്കും, ഇടതുവശത്ത് അൻസാരികൾക്കും, അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമായി മുഹാജിറുകൾക്കും അൻസാരികൾക്കും ചുറ്റും അവരുടെ പരിസരത്തുമായി ബാക്കിയുള്ള ആളുകൾക്കും വേണ്ടി തമ്പടിക്കാനുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല
ആളുകൾ, സ്വഹാബിമാർ, സ്വഹാബി വനിതകൾ, ഇവരൊക്കെയും പല കാര്യങ്ങളും ചോദിച്ചത് നമ്മൾ മുൻപേ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബിമാർ വന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില കർമ്മങ്ങൾ ആദ്യം ചെയ്തു പോയി, ബലിയെറുക്കുന്നതിന് മുൻപ് കല്ലെറിഞ്ഞതിന് മുമ്പ് ബലിയെറുത്തു, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും മുന്തിച്ചോ പിന്തിച്ചോ ഒക്കെ ചെയ്ത സ്വഹാബിമാർ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ ഇങ്ങനെ സംഭവിച്ചു പോയി, എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനായിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലം അഷ്ഉർ ഫഹലഖ്തു ഖബ്ല അൻ അദ്ബഹ്. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, ഇത്ര വലിയ ജനസാഗരം, അതിന് പക്ഷേ എല്ലാ കൽപ്പനകളും അതേ രൂപത്തിൽ തന്നെ എല്ലാ സ്വഹാബിമാർക്കും എത്തിക്കൊള്ളണം എന്നില്ല. ചില ആളുകൾ അറിയാതെ പലതും ചെയ്തു പോകും, അബദ്ധത്തിൽ, തിരക്കിൽ ഒക്കെ പലതും സംഭവിച്ചു പോകും. ഇപ്പോഴും ഹജ്ജിന് പോകുന്ന ആളുകൾ, ഇത്രയേറെ സൗകര്യങ്ങൾ വികസിപ്പിച്ച് മനുഷ്യൻ കണ്ടെത്തിയ ആശയവിനിമയ സംവിധാനങ്ങളുടെ ഇക്കാലത്ത് പോലും ഹജ്ജിന് പോകുന്ന അനേകായിരം ആളുകൾക്ക് പലപ്പോഴും അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്തെ ഒരു തിക്കും തിരക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയാത്ത അവസ്ഥ ഒക്കെ കൊണ്ട് പലതരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ബലിയിറക്കുന്നതിന് മുൻപ് എൻ്റെ തല മുണ്ടനം ചെയ്തു പോയി, തല ഞാൻ മുട്ടയടിച്ചു പോയി, അത് എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ബഹ് വല ഹറജ്, കുഴപ്പമില്ല, ഇനി ബലിയെറുത്തോ, തലമുണ്ടനം ചെയ്തു പോയി, അപ്പോൾ ഇനി ബലിയെറുത്താൽ മതി, പ്രശ്നമില്ല. വേറൊരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലം അഷ്ഉർ ഫനഹർതു ഖബ്ല അൻ അർമിയ, ഞാൻ ജംറയിൽ കല്ലെറിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഞാൻ ബലിയെറുത്തു പോയി, എന്ത് ചെയ്യും? ഇർമി വല ഹറജ്, കുഴപ്പമില്ല, നീ പോയി ജംറകളിൽ എറിയാനുള്ളത് എറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ആളുകളും വന്ന് ചോദിച്ചു, ഇങ്ങനെ പലതും മുൻപേ ചെയ്തു പോയി, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്തു പോയി. അവരോടൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അൽ വല ഹറജ്, കുഴപ്പമില്ല, അത് എന്താണോ ഇനി ചെയ്യാൻ വിട്ടുപോയത് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ബലിമൃഗങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകന് വേണ്ടി യമനിൽ നിന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ബലിമൃഗങ്ങൾ, ഇതിനൊക്കെയും മിനായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയിറക്കുകയുണ്ടായി. അവയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 100ഓളം വരുന്ന ആ ബലിമൃഗങ്ങളിൽ 63 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തൻ്റെ തിരുകരങ്ങൾ കൊണ്ട് അറുക്കുകയും ബാക്കിയുള്ളവ അലി റളിയല്ലാഹു അൻഹുവിനോട് അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ബലി അറുത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബലിയായി അറുത്ത ഈ ബലിമൃഗങ്ങളിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ ഒരു കുറച്ച് മാംസം അതെടുത്ത് പാകം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവയൊക്കെയും ഒരൊറ്റ പാത്രത്തിൽ, ഒരൊറ്റ കലത്തിൽ ഇട്ട് പാകം ചെയ്യുകയും അതിൻ്റെ കുറച്ച് മാംസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുകയും അതിൻ്റെ ആ കറി, വെള്ളം, ആ മാംസങ്ങളൊക്കെ ചേർത്ത് വേവിച്ച ആ വെള്ളം, കറിയുടെ വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും ചെയ്തു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ബലിയിറക്കുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്ന കൽപ്പനകളെ അന്വർത്ഥമാക്കിക്കൊണ്ട്, അത് ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഭക്ഷിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുക, സ്വയം കൊടുക്കുക, ബാക്കി ഉള്ളവ ധർമ്മം ചെയ്യുക, ദാനം ചെയ്യുക എന്ന വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ പ്രാവർത്തികമാക്കിയതാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ വന്ന് സംശയം ചോദിച്ച സന്ദർഭം, നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്ത് പ്രവാചകൻ്റെ കൂടെ സഹയാത്രികനായി ഉണ്ടായിരുന്ന ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയും, ഇത് മറ്റൊരു റിപ്പോർട്ടിലായി കുറച്ച് മുമ്പ് നമ്മൾ ഈ സംഭവം ഉദ്ധരിച്ചിരുന്നു. ഇവിടെ ഒരു സ്ത്രീ വന്നതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയും ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ നോക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുഖം, അത് കണ്ണ് അങ്ങോട്ട് പോകാൻ വേണ്ടി മറച്ചു പിടിക്കുകയും തല തിരിക്കുകയും ചെയ്ത സന്ദർഭം ഈ മിനായിൽ വെച്ചും ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അവർ ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്ന് പറഞ്ഞ് സ്വന്തം ഉപ്പയുടെ വിഷയത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഈ സ്ത്രീ ചോദിച്ചിരുന്നത്. ഉപ്പയ്ക്ക് ശരിയായി യാത്ര ചെയ്യാൻ കഴിയില്ല, വളരെ പ്രായമായി, വയസ്സായി,
ഒട്ടകപ്പുറത്ത് ഒന്ന് ഇരുന്ന് യാത്ര ചെയ്യാൻ, ഉറച്ചിരിക്കാൻ കഴിയില്ല, അത്രമാത്രം പ്രായാധിക്യവും മറ്റു പല അവശതകളുമുണ്ട്. അഫ അഹുജ്ജു അൻഹു, അതുകൊണ്ട് എൻ്റെ ഉപ്പയ്ക്ക് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു ആ സ്ത്രീയുടെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം അതെ, ഹജ്ജ് ചെയ്യാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണല്ലോ തല മുണ്ടനം ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ലാഖിന് തല മുണ്ടനം ചെയ്യുന്ന ക്ഷുരകനെ വിളിക്കുകയും മഅമർ ബിൻ അബ്ദുല്ലാഹ് അൽ അദവി എന്ന് പറയുന്ന ബനു അദി ഗോത്രക്കാരനായ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല മുണ്ടനം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇങ്ങനെ കൽപ്പിക്കുന്നത്, ഇവിടെ ഈ ഭാഗം, തലയുടെ ഈ ഭാഗം എന്ന് പറഞ്ഞ വലതുഭാഗം ഇടതുഭാഗം എന്ന് പറയുന്നത് കൽപ്പിക്കുന്നത് സ്വഹാബിമാർ കണ്ടതായി ഹദീസുകൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ ആ മുടിയുടെ ചില ഭാഗങ്ങൾ സ്വഹാബിമാർക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയും ചെയ്തു. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹല്ലാഖു യഹ്ലിഖുഹു, പ്രവാചകൻ്റെ ആ തലമുണ്ടനം ചെയ്യുന്ന ആ ക്ഷുരകൻ പ്രവാചകൻ്റെ തലമുണ്ടനം ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വഅതാഫ ബിഹി അസ്ഹാബുഹു, അന്നേരം റസൂലിൻ്റെ കൂടെ കുറേ സ്വഹാബിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി നാരിഴകൾ താഴെ വീഴുന്നത് പോലും സ്വഹാബിമാർ അത് ശേഖരിക്കാനായി, അത് താഴെ വീഴരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ അത് സ്വഹാബിയുടെ കയ്യിൽ വീഴുന്നത്ര ആളുകൾ തിങ്ങിക്കൂടി പ്രവാചകൻ്റെ മുടി താഴെ വീഴാതെ സ്വഹാബിമാർ അത്രമാത്രം വട്ടം കൂടി നിന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് നേരിട്ട് കണ്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ, പ്രവാചകൻ്റെ മുടി, പ്രവാചകൻ്റെ വിയർപ്പ് കണങ്ങൾ, പ്രവാചകൻ്റെ വസ്ത്രം, പ്രവാചകൻ്റെ ആസാറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പലതരത്തിലുള്ള തെറ്റായ നിലപാടുകളും സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ അവർ ചർച്ച ചെയ്ത വിഷയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക, അതിൽ ബറക്കത്ത് പ്രതീക്ഷിക്കുക, അതുകൊണ്ട് ബറക്കത്ത് എടുക്കാൻ വേണ്ടി അവയെ എന്തെങ്കിലും ചെയ്യുക, ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെയും ചർച്ച ചെയ്യുകയും അത് വിശദമായി തന്നെ അഹ്ലുസുന്നയുടെ പ്രാമാണികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ചുരുക്കത്തിൽ ഇത് ചർച്ച ചെയ്ത പണ്ഡിതന്മാരൊക്കെയും പിൽക്കാല നൂറ്റാണ്ടുകളിൽ ഇന്ന് നമ്മുടെ സാഹചര്യം പരിഗണിക്കുകയാണ് എങ്കിൽ ഇന്ന് ഈ ഭൂമുഖത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് ഉറപ്പിക്കാവുന്ന, സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ ഉള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു അസർ ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ പണ്ഡിതന്മാരും ഏകസ്വരത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നങ്ങനെ ഒരാൾക്ക് ഇന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കൃത്യമായ പ്രവാചകൻ്റെ കാലത്തോളം വരുന്ന പിൻബലമുള്ള തെളിവുകൾ ഉൾക്കൊള്ളുന്ന ഒരു അസർ അത് ഇന്ന് നിലനിൽക്കുന്നില്ല എന്നതെല്ലാവരും എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി ആ വിഷയത്തിലുള്ള നമ്മുടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സ്വഹാബിമാർ മുതൽ ഇങ്ങോട്ടുള്ള ആളുകളുടെ നിലപാടുകൾ അത് വളരെ സുവ്യക്തമാണ്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ എന്ന ശേഷിപ്പുകൾ അതെന്തുമാകാം. നമ്മളീ പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ മുടിയാവാം, പ്രവാചകൻ്റെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം, പ്രവാചകൻ്റെ വസ്ത്രങ്ങളാകാം, എന്തുമാകാം. ഇത് സ്വഹാബിമാർ അത് ഉപയോഗിച്ച് ബറക്കത്തെടുത്തിരുന്നു എന്നത് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ എടുക്കുമ്പോൾ ആ വുദൂ എടുക്കുന്ന വെള്ളം, വുദൂ എന്ന അറബിയിൽ പറയുന്ന വുദൂവിനെ ഉപയോഗിക്കുന്ന വെള്ളം, പ്രവാചകൻ്റെ വസ്ത്രം, പ്രവാചകൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി, പ്രവാചകൻ്റെ കുടിച്ച പാനീയത്തിൻ്റെ ബാക്കി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൊണ്ട് സ്വഹാബിമാർ, പ്രവാചകൻ്റെ വിയർപ്പ് കണങ്ങൾ, ഇതൊക്കെയും സ്വഹാബി വനിതകൾ, അല്ലാഹു റസൂലിൻ്റെ സ്വഹാബത്ത് ഇതുകൊണ്ട് തബറുക്ക് അത് പ്രതീക്ഷിച്ചിരുന്നു, അത് ബറക്കത്തെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതേസമയം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത മറ്റൊരാളുടെ വിഷയത്തിലും ഈ തബറുക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനെ ഖിയാസ് ചെയ്തുകൊണ്ട്, ഇതിനെ താരതമ്യം ചെയ്ത് ഇതേ വിധി തന്നെ മറ്റുള്ള ആളുകൾ, അവർ എത്ര വലിയ ആളുകളാണെങ്കിൽ പോലും, എത്ര വലിയ അള്ളാഹുവിനോടടുത്ത വലിയ തഖ്വയും വറഉം അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പാലിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ ഏതെങ്കിലും ആസാറുകൾ കൊണ്ട് തബറുക്ക് ചെയ്യാം, അത് അനുവദനീയമാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആധുനിക ലോകത്തെ വലിയ സലഫി പണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും.
കാന സ്വഹാബത്തു യതബറകൂന ബിഅറഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കൊണ്ട് ബറക്കത്തെടുത്തിരുന്നു. വയതബറകൂന ബിരീഖിഹി, പ്രവാചകന്റെ ഉമിനീര്. വയതബറകൂന ബിസിയാബിഹി വയതബറകൂന ബിശഅരിഹി, പ്രവാചകന്റെ വസ്ത്രം, പ്രവാചകന്റെ ഷാർ, മുടി, ഇതുകൊണ്ടൊക്കെ അവർ ബറക്കത്ത് എടുത്തിരുന്നു. അമ്മ ഗൈറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തിയുടെ ഏതെങ്കിലും ശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് ഫഇന്നഹു ലാ യുതബറകു ബിശൈഇൻ മിൻ ഹാദാ മിൻ, ഈ പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ആയ ഏതെങ്കിലും ഒരു ശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നു, ഫലാ യുതബറകു ബിസിയാബിൽ ഇൻസാൻ, അത് വസ്ത്രമായിരുന്നാലും, വലാ ബിശാരിഹി വലാ ബി അൽഫാരി, നഖങ്ങൾ, മുടി, അങ്ങനെ ശരീരത്തിലെ ഏതെങ്കിലും വസ്തുക്കളോ മറ്റെന്തെങ്കിലുമോ അയാളുടെ ശേഷിപ്പുകൾ, അയാളുടെ ആധാറുകൾ, അതുകൊണ്ടൊന്നും തബറുക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് അദ്ദേഹത്തിൻ്റെ റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുന്ന കാണാം. ഇത് പല പണ്ഡിതന്മാരും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി, അങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെയും അത് കൃത്യമായി മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു പോകുന്ന വളരെ കൃത്യമായ കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് അഹ്ലുസുന്നയുടെ ഒരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. തബറുക്ക് ബി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളിലൂടെ തബറുക്ക് ചെയ്യുക, അത് ദീനിലുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇന്നത്തെ പല വ്യക്തികളും ആളുകളുമൊക്കെ റസൂലിൻ്റെ ഏതെങ്കിലും ഒരു മുടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണമോ ചെരുപ്പിൻ്റെ കഷ്ണമോ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ നടത്തുന്ന ചൂഷണങ്ങൾക്കുള്ള പിൻബലമല്ല ഈ പറയുന്നത്. ഇന്ന് അങ്ങനെയൊന്ന് ഒരു വാതിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നും പണ്ഡിതന്മാരൊക്കെ അതിനുശേഷം വ്യക്തമാക്കിയെന്ന് കാണാൻ കഴിയും. അതിനേക്കാൾ അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകൻ എന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുവർത്തിക്കേണ്ട, പിൻപറ്റേണ്ട, മാതൃകയായി സ്വീകരിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആദർശവും പ്രവാചക അധ്യാപനങ്ങളും പ്രവാചക ജീവിതവും ഒക്കെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോഴാണ് നമുക്ക് തബറുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ബറക്കത്തുണ്ടാകാൻ കഴിയുന്നത്. ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ആളുകൾ ചൂഷണത്തിനായി ഉപയോഗിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന് സാമ്പത്തികമായും ദീനിയായും ഒക്കെ ചൂഷണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പിന്നാലെ പോകാതെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം എന്താണോ അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അതിനേക്കാൾ വലിയ ബറക്കത്ത് നമുക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച നയനിലപാടുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു, അതേ വസ്ത്രധാരണ രീതി, ആ അധ്യാപനങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചു, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണ രീതി, മര്യാദകൾ അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു, അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാക്കി തരുന്ന മറ്റൊരു കാര്യവും ഇന്ന് ശേഷിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ രേഖപ്പെടുത്തി കാണാൻ കഴിയും. മദീനക്കാരായ ആളുകൾ, മദീനയിലുള്ള അൻസാരികളായ ആളുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അവർക്ക് അവരുടെ മദീന എന്ന് പറയുന്ന ആ പേരും മദീന എന്ന് പറയുന്ന സ്ഥലത്ത് മുൻകാലത്ത് യസ്രീബ് എന്നറിയപ്പെട്ടുന്ന ആ പ്രദേശത്തിനും ബറക്കത്തുണ്ടായതും സ്ഥാനമാനങ്ങൾ കൈവന്നതും പ്രശസ്തിയും പദവിയും വന്നതും അത് ഹറമായി മാറിയതുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വന്നപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വസിക്കുകയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. അതിനേക്കാളപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എത്രയോ ആളുകളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. ഇതൊക്കെയും ആ ആളുകൾക്ക് അതുകൊണ്ട് പ്രവാചകൻ്റെ കൂടെ ജീവിച്ചു എന്നതുകൊണ്ട്, പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത ബന്ധുത്വമുണ്ട് എന്നതുകൊണ്ട്, പ്രവാചകനുമായി തൊട്ടുരുമ്മി നടന്നു എന്നതുകൊണ്ട്, കുട്ടിക്കാലത്ത് കളിച്ചു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ആയതിനു ശേഷവും പ്രവാചകൻ്റെ കൂടെ അയൽവാസിയായിരുന്നു എന്നതുകൊണ്ട്, അതൊന്നും മക്കയിലായാലും പ്രവാചകനോട് അത്രയേറെ ശത്രുത പുലർത്തുന്ന എത്രയോ ആളുകൾ ഈ പറഞ്ഞ പ്രവാചകനോട് അടുത്തിടപഴകിയിട്ടുണ്ട്, അടുത്ത് ജീവിച്ചിട്ടുണ്ട്. പ്രവാചകനോട് തൊട്ടുരുമ്മി അവർ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുകയും അയൽപ്പക്ക ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകനെ ഉപദ്രവിച്ച ശത്രുക്കളുണ്ട് അവരുടെ കൂട്ടത്തിൽ. പക്ഷേ ഈ പറഞ്ഞതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളായിരുന്നില്ല ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മുഖ്യമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യവും നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത്. നേരെ മറിച്ച് അല്ലാഹു റസൂലിൻ്റെ ആ ആദർശം പിൻപറ്റുക, ആ ജീവിത രീതി, ആ പ്രവാചക ചര്യ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്ന കാര്യം. അപ്പോൾ ലമ്മ ആമനു ബിഹി വഅതാഉ, അവർക്ക് മദീനയിലെ അൻസാരികൾക്ക് ലോകാവസാനം വരെ പരലോകത്തടക്കമുള്ള അൻസാരികൾക്കുള്ള ശ്രേഷ്ഠതയും അവരുടെ ജീവിതത്തിലുള്ള ബറക്കത്തും സൗഭാഗ്യവും ഒക്കെ കൈവന്നത് അവർ അല്ലാഹുവിൻ്റെ റസൂൽ വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്, അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചു എന്നതുകൊണ്ടാണ്. അതല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ബറക്കത്തുണ്ടായി എന്നതുകൊണ്ടല്ലല്ലോ അൻസാരികൾക്ക് വലിയ പദവിയും ഒക്കെ ഉണ്ടായത്. ഫബിബറക്കത്തി ദാലിക ഹസല ലഹും സഅദത്തു ദുനിയ വൽ ആഖിറ, അതുകൊണ്ടാണ് അവരുടെ ഈമാനും അല്ലാഹു റസൂലിൻ്റെ ചര്യകൾ പിൻപറ്റാനുള്ള, പ്രവാചകനെ അനുസരിക്കാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹവും ആവേശവും അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോഴാണ് അതിൻ്റെ ബറക്കത്താണ് ദുനിയാവിലും ആഖിറത്തിലും
അവർ വലിയ ആളുകളായി മാറാനുള്ള കാരണം എല്ലാ മുഅ്മിനും, അദ്ദേഹം പിന്നെ അത് വിശദീകരിക്കുന്ന കാണാം, ബൽ കുല്ലു മുഅ്മിനിൻ ആമന ബിർ റസൂൽ വഅതാഅഹു ഹസല ലഹു മിൻ ബറകത്തിർ റസൂൽ ബിസബബി ഈമാനിഹി വതആതിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന ഏതൊരു മനുഷ്യനും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ റസൂലിൽ നിന്ന് ബറക്കത്ത് കിട്ടും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തബറുക്ക് നമുക്ക് ഇന്ന് കിട്ടാനുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗ്ഗം അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ജീവിക്കുകയും അതേ ആദർശങ്ങൾ ജീവിതത്തിൽ പിൻപറ്റുകയും ചെയ്യുക. മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെ ബറക്കത്തായിരുന്നാലും പരലോകത്തായിരുന്നാലും ഏത് ഖൈറായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്ന എന്തൊക്കെ ഖൈറുകളുണ്ടോ അതൊക്കെയും ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും പ്രവാചകനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നതുകൊണ്ട്. അപ്പോൾ അതാണ് അഹ്ലുസുന്നയുടെ ആ വിഷയത്തിലുള്ള നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നതാണ്. മറ്റൊന്ന്, ഈ ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തലമുടി പൂർണ്ണമായും അത് മൊട്ടയടിച്ചു മുണ്ടനം ചെയ്തു. എന്നാൽ അതിലൊരു ഇളവുണ്ട്, നമുക്കറിയാം. തലമുടി വെട്ടിച്ചുരുക്കിയാലും മതി എന്നുള്ളൊരു ഇളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിരുന്നു. എന്നാൽ ഈ തല മുണ്ടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ മുഹല്ലിഖീങ്ങൾക്ക് തല പൂർണ്ണമായി മുണ്ടനം ചെയ്തവർക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചില സ്വഹാബിമാർ പറഞ്ഞു, വലിൽ മുഖസ്സിരീൻ, പ്രവാചകരെ തല മുഴുവനും മുണ്ടനം ചെയ്യാത്ത തലമുടി വെട്ടിച്ചുരുക്കിയ ആളുകൾ മുഖസ്സിരീങ്ങൾ, അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം പാപമോചനം പ്രാർത്ഥനയിൽ. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ, അല്ല അവരല്ല മുഹല്ലിഖീൻ, തല പൂർണ്ണമായി മുണ്ടനം ചെയ്ത ആളുകൾക്ക്, ഹൽക്ക് ചെയ്ത ആളുകൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അപ്പോൾ വീണ്ടും സ്വഹാബിമാരിൽ ചിലർ പറഞ്ഞു, പ്രവാചകരെ വലിൽ മുഖസ്സിരീൻ, മുഖസ്സിരീങ്ങൾക്ക് കൂടി താങ്കൾ പ്രാർത്ഥിക്കണം. അങ്ങനെ 3 തവണ ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ 3ാമത്തെ തവണ പറഞ്ഞു വലിൽ മുഖസ്സിരീൻ, തലമുടി വെട്ടിച്ചുരുക്കിയ ആളുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ദീനിലെ ചില ഇളവുകൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചില ഇളവുകളായി നൽകിയതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി കൂടി ഉണ്ട് എന്ന് പഠിപ്പിച്ചതോ ആയ കാര്യങ്ങൾ തിരഞ്ഞു പോകുക എന്നതല്ല പൂർണ്ണമായ നന്മ കരസ്ഥമാക്കാനുള്ള മാർഗം എന്നത്. അതെല്ലാ മനുഷ്യരുടെയും ഒരു പൊതു സ്വഭാവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ നന്മ തിന്മകളൊക്കെ മനസ്സിലാക്കുമ്പോഴും ഒരു കാര്യം, ഒരു ഖൈർ ചെയ്യാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അത് വലുതാണോ അത് ചെറുതാണോ എന്നായിരിക്കും. അത് ഫർദാണെങ്കിൽ എന്നാൽ പിന്നെ നിർവഹിക്കാം, സുന്നത്താണെങ്കിൽ അത് പോട്ടെ എന്നുള്ളതാണ് നമ്മൾ കാണുക. അത് തിന്മ വരുമ്പോഴും അത് വലുതാണോ ഹറാമാണ് കറാഹത്താണെന്നൊക്കെയാണ് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു സംഗതി. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നന്മയുടെ വിഷയത്തിലാണെങ്കിൽ ഒരുപാട് നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും, തിന്മകളുടെ വിഷയത്തിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അറിയാതെ പോലും വളരെ വലിയ തിന്മകളിലേക്ക് അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാനും കാരണമായി തീരും എന്നൊരു പാഠം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനങ്ങൾ, കൽപ്പനകൾ, അതൊക്കെയും സ്വഹാബിമാർ അനുസരിച്ചിരുന്ന രീതി അത് പിന്നെ ഫർദാണോ സുന്നത്താണോ എന്ന് ചോദിച്ചിട്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും ന്യായമായ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ, ഇളവുകൾ വേണ്ട എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ സ്വഹാബിമാർ ചോദിച്ചിരുന്നു. ആ ഇളവുകൾ സ്വീകരിക്കുക എന്നതും ദീനിൽ അനുവദനീയം തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല പൂർണ്ണമായി മുണ്ടനം ചെയ്യുക എന്നത് കൽപ്പിക്കുമ്പോൾ അതിൽ മുടി വെട്ടിച്ചുരുക്കുന്ന ഒരു ഹജ്ജ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതത്തിലെല്ലാം ത്യജിക്കുകയും എന്തും ത്യാഗവും സഹിച്ച് ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുഖത്തിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ താൻ നീട്ടി വളർത്തുന്ന തലമുടിയുടെ അതിനോടുള്ളൊരു പരിഗണനയോ ആകരുതല്ലോ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഏറ്റവും വലുതായി ഉണ്ടാവേണ്ടത്. ഇത്രയും ഹജ്ജ് ചെയ്തു, ഇനിയൊരു മുടിനാരിഴയുടെ പേരിൽ നമ്മൾ ആ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പോൾ ആ ഒരു വലിയൊരു പാഠം ഈ ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി 3 തവണ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ 3ാമത്തെ തവണയാണ് വെട്ടിച്ചുരുക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പൂർണ്ണമായി ആ നന്മകളിൽ ഏർപ്പെട്ട സ്വഹാബിമാർക്ക് വേണ്ടി, പൂർണ്ണമായും തല മുണ്ടനം ചെയ്ത ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 3 പ്രാർത്ഥന കിട്ടുകയാണ്. മറ്റേ ആളുകൾക്ക് ഒരു പ്രാർത്ഥനയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ കഴിയുന്ന ഒരു പാഠമാണ്. നന്മകൾ ഏർപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒരു കാര്യം, ഒരു ഖൈർ ചെയ്യാൻ, ഒരു ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് പൂർണ്ണമായി ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക എന്നതാണ്. ചെറിയ ചില വിഷയങ്ങളുടെ കാര്യത്തിൽ ഒക്കെ പണ്ഡിതന്മാർ ഇത് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് വുദൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്നു. ചെറിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ വുദൂ എടുക്കുക,
നിസ്കാരത്തിന് വേണ്ടി വുദൂ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഉൽ സലാം അത് പൂർണ്ണമായി, അതാണ് ഇസ്ബാഗുൽ വുദൂ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഭാഷയിൽ പറയും. ഇസ്ബാഗുൽ വുദൂ, വുദൂ പൂർണ്ണമായി ചെയ്യുക, കഴുകേണ്ട അവയവങ്ങളൊക്കെ പൂർണ്ണമായി കഴുകുക, തടവേണ്ട അവയവങ്ങൾ ആ വൃത്തിയായി തന്നെ അത് തടവുക, പൂർണ്ണമായി അത് നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ മുറപ്രകാരം ചെയ്യുക. എന്നാൽ ചില സമയങ്ങളിൽ നിസ്കാരത്തിന് വേണ്ടി അല്ലാത്ത ചില സമയങ്ങളിൽ ചിലപ്പോൾ മലമൂത്ര വിസർജനത്തിന് ശേഷമോ ഒക്കെ നിസ്കാരമൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റത്തവണ മാത്രം കഴുകി ഒരു പൂർണ്ണമായി വുദൂ നിർവഹിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അതുപോലെ തന്നെ വുദൂ ചെയ്യുമ്പോൾ പരമാവധി പൂർണ്ണമായി കഴുകുക എന്നതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. എങ്ങനെയെങ്കിലും വുദൂ പെട്ടെന്ന് ചെയ്ത് പൂർത്തിയാക്കി വരിക എന്നുള്ളതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ചെറിയ ചില കാര്യങ്ങളിൽ പോലും ഞാനും നിങ്ങളും അടക്കമുള്ളവർ അത് ശ്രദ്ധിക്കണം എന്നതുകൊണ്ടാണ്. ചെറിയ നമ്മളൊക്കെ നിസ്സാരമാക്കി തള്ളിക്കളയുന്ന കുറേ കാര്യങ്ങൾ, നിസ്കാരത്തിലെ സുജൂദ്, നിസ്കാരത്തിലെ റുക്കുവ്, ചിലപ്പോൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ റുക്കുവും സുജൂദും പൂർണ്ണമായിട്ടുണ്ടാവില്ല. ഒരു പൂർണ്ണമായൊരു മനസ്സാന്നിധ്യത്തോട് സുജൂദ് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ ആ സുജൂദ് ആയിട്ടുണ്ടാവില്ല. ഒരു സുജൂദിൻ്റെ ദൈർഘ്യം, അതിലെ പ്രാർത്ഥനകൾ പൂർണ്ണമായി ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് കുറച്ച് സെക്കൻഡുകൾ മാത്രം എടുക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. പക്ഷേ നമ്മുടെ ധൃതിയും നമ്മുടെ മറ്റെന്തെങ്കിലും തിരക്കുകളും ഒക്കെ നമ്മളൊരു ന്യായമായയുടെ മുന്നിൽ വെക്കുമ്പോൾ പൂർണ്ണമായ നന്മയാണ് നമുക്കവിടെ നഷ്ടപ്പെടുന്നതും പൂർണ്ണമായ ആ ബറക്കത്തും ആ ഇബാദത്തിൻ്റെ പൂർണ്ണതയും ഒക്കെയാണ് നമുക്കവിടെ നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ തെറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ ആ സ്വഹാബിമാർ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഇളവുകളാണ്, പ്രവാചകൻ തന്നെ കൊടുത്ത ഇളവാണ് അവിടെ സ്വഹാബിമാർ ചെയ്തത്. പക്ഷേ എന്നാലും ആ നന്മയിൽ വ്യത്യാസം വരുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഇബാദത്തുകളുടെ വിഷയത്തിലൊക്കെ നമുക്ക് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠമാണ്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് തലയൊക്കെ മുണ്ടനം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിലല്ലാത്ത ഖമീസ്, പ്രവാചകൻ്റെ മറ്റ് വസ്ത്രം ധരിച്ചു, സുഗന്ധം ഉപയോഗിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഗന്ധം പുരട്ടിക്കൊടുത്തു പ്രവാചകൻ്റെ ദേഹത്ത് എന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒട്ടകപ്പുറത്ത് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹറിന് മുൻപുള്ള സമയത്ത് തവാഫുൽ ഇഫാദ നിർവഹിക്കാൻ വേണ്ടി ഒട്ടകപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നടന്നിരുന്ന പ്രവാചകൻ പിന്നെ ഹജ്ജിൻ്റെ കുറച്ച് കർമ്മങ്ങൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പിന്നെ മുഴുവനും ഒട്ടകപ്പുറത്താകുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ വലിയ തിക്കും തിരക്കും ഒക്കെ അതിനൊരു കാരണവും കൂടിയാണ്. തവാഫുൽ ഇഫാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു. അത് കഴിഞ്ഞ് സംസം അന്നത്തെ കാലത്ത് കോരിയെടുത്തിരുന്നത് പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന, ഒരുപക്ഷെ നമ്മളെ കേരളത്തിലൊക്കെ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന കപ്പിയും കയറുമൊക്കെ വരുന്നതിന് മുൻപ് മനുഷ്യന്മാരുടെ തോളുകളിൽ വലിയ കമ്പും അതുപോലെ തന്നെ കയറും ഒക്കെ കെട്ടി വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് കോരി മറ്റൊരു സ്ഥലത്ത് വലിയ ഒരു ജലാശയം പോലെ അല്ലെങ്കിൽ ഒരു ടാങ്ക് പോലെ നമ്മളൊക്കെ താൽക്കാലികമായി നിർമ്മിക്കുന്ന ടാങ്കുകൾ പോലെ അന്ന് ഒട്ടകത്തിനും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ടാങ്കുകൾ ഉണ്ടാക്കിയിരുന്നു മണ്ണുകൊണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ടാങ്കുകളിൽ സംസം നിറച്ച് ഹജ്ജിന് സമയത്ത് അങ്ങനെയായിരുന്നു ഹാജിമാർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തിരുന്നത്. അന്ന് സംസം അത് വിതരണം ചെയ്യുക, അതിന് സിഖായത്ത് എന്നാണ്, അതിലൊരു പദവിയും സ്ഥാനവുമായി ഖുറൈശികൾ മനസ്സിലാക്കിയിരുന്നത്. ഖുറൈശികളിലെ പല ഗോത്രങ്ങളും ഹജ്ജിൻ്റെയും അതുപോലെ തന്നെ കാബയുടെയും പരിപാലനത്തിൻ്റെ പല ചുമതലകൾ പല ഗോത്രങ്ങളായിരുന്നു വിഭജിച്ചെടുത്തിരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ് വിശദീകരിക്കുമ്പോൾ വളരെ തുടക്കത്തിലെ ക്ലാസ്സുകളിൽ നമ്മളത് പറഞ്ഞിരുന്നു. ആദ്യകാലത്ത് പ്രവാചകൻ്റെ പ്രപിതാമഹന്മാരിൽ നിന്ന് ആ ചുമതലകൾ ഇങ്ങനെ പിന്നെ മക്കളായി അവരിൽ നിന്നിങ്ങനെ വീതിച്ച് പല ഗോത്രങ്ങളിലായത് ഇങ്ങനെ പോയി. സദനത്തുൽ കാബയുടെ പരിപാലനം അതൊരു ഖുറൈശ് ഗോത്രത്തിലെ ഒരു ഉപശാഖ, അവരുടെ മാത്രം ചുമതലയാണ്, അവരുടെ അവകാശമാണ്. അതുപോലെ മറ്റൊരു ഗോത്രത്തിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കുടുംബത്തിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവുമായിരുന്നു സിഖായത്ത് എന്ന് പറയുന്നത്. സംസം ഹാജിമാർക്ക് ഹജ്ജ് കാലത്ത് വിതരണം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വലിയ തിരക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ആദ്യം ഈ ടാങ്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ സംസം അതിൻ്റെ കിണറിൽ നിന്ന് ഇങ്ങനെ പല ടാങ്കുകളിലായി പല ഹൗദുകളിലായി ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് സംസം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ഇത് ഈ ഹാജിമാരും എല്ലാവരും ഉപയോഗിക്കുന്ന, അവരൊക്കെ കൈയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഒരു ടാങ്കാണല്ലോ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനപ്രയാസം. അപ്പോൾ അദ്ദേഹം മകനോട് പറഞ്ഞു, ഫദലിനോട് പറഞ്ഞു, ഫദൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി വീട്ടിൽ പോയി ഉമ്മയോട് പറഞ്ഞ് പ്രവാചകന് വേണ്ടി മാത്രം ഒരു പാത്രം നീ കൊണ്ടുവരാൻ പറഞ്ഞു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. പിന്നെയും പല സ്വഹാബിമാരും പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതിങ്ങനെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, ആളുകളെല്ലാവരും അതിൽ നിന്ന് കൈ മുക്കി എടുക്കുന്നതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഇസ്ഖിനി, എനിക്ക് അതിൽ നിന്ന് തന്നെ മതി, അതിൽ നിന്ന് തന്നെ എനിക്ക് കുടിച്ചാൽ മതി എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് തന്നെ കുടിക്കുകയും ചെയ്തു. പിന്നെ ഈ സംസം കിണറിൻ്റെ അടുത്തേക്ക് ഇത് കുറേ ആളുകളിരുന്ന് ഈ സിഖായത്ത് എന്ന് പറയുന്ന ഈ പരിശ്രമം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയൊരു ജോലിയാണ്. ഇന്നത്തെ കാലത്ത് പമ്പുള്ളതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വാട്ടർ പമ്പുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആളുകൾ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കുള്ള സംസം അങ്ങനെ നിറയ്ക്കണമെങ്കിൽ ഒരു വലിയ സംഘം ആളുകളുടെ പരിശ്രമം ആവശ്യമാണ്. ഈ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കണ്ടു. അങ്ങനെ അധ്വാനിക്കുന്ന ആളുകൾ സംസം കിണറിൽ നിന്ന് ആ വെള്ളം കോരിയെടുത്ത് അത് തങ്ങളുടെ ചുമലുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കി, കമ്പ് ഉപയോഗിച്ച് കെട്ടി അതിൽ ചുമന്നുകൊണ്ട് ഈ ഹൗദുകളിലേക്ക് വെള്ളം കൈമാറ്റം ചെയ്യുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് പ്രവാചകൻ സന്തോഷമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലൂ ഫഇന്നകും അലാ അമലിൻ സാലിഹ്, നിങ്ങൾ പണിയെടുത്തോളേ, നല്ല ഒരു അമലുൻ സ്വാലിഹിലാണല്ലോ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൗല അൻ തുഗ്ലബൂ ലനസൽത്, എനിക്ക് ഇറങ്ങാൻ ഇതിൽ അതിയായ ആഗ്രഹമുണ്ട്. ഒരു പ്രവാചകൻ എന്നതിനപ്പുറത്ത്, ഒരു നേതാവ് എന്നതിനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഈ ആളുകളും തമ്മിലുള്ള വലിയ ബന്ധത്തെ കൂടിയാണിത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലൗല അൻ തുഗ്ലബൂ ലനസൽത്, എനിക്ക് ഇറങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രവാചകൻ ഇറങ്ങിയാൽ പിന്നെ ആളുകളൊക്കെ മനസ്സിലാക്കുക അതിലെന്തോ ഒരു ഇതുണ്ടാവും, അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. നസൽത്ത്, ഞാൻ ഉറപ്പായി നിങ്ങളുടെ കൂടെ ഇറങ്ങി ഈ വെള്ളം ചുമന്ന് ഇവിടുന്ന് സംസം കിണറിൽ നിന്ന് ഹൗദിലേക്ക് എത്തിക്കുന്ന ആ ജോലിയിൽ ഞാനും പങ്കാളിയാവുമായിരുന്നു. എൻ്റെ കഴുത്തിലും എൻ്റെ ചുമലിലും ഞാനത് ചുമന്നുകൊണ്ട് പോകുമായിരുന്നു എന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിമാരുള്ള ഇടപെടലുകൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പല ആളുകൾ ഇങ്ങനെ പരിശ്രമിക്കുന്നത് കാണുകയും ഖൈറുകളിൽ മുന്നേറുന്ന ആളുകളെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ നമുക്കതിലൊന്നും ചെയ്യാനോ ഭാഗവാക്കാകാനോ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കൂടെ നമ്മുടെ പിന്തുണ കൂടി ഉണ്ടെന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യുക എന്നത് ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു ഗുണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ നേതാവാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കിരീടം വയ്ക്കാത്ത രാജാവാണല്ലോ. പ്രവാചകന് സംസം ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർക്ക് സംസം കൊടുക്കേണ്ട ആ ജോലിയിൽ പ്രവാചകൻ ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ല. പ്രവാചകൻ ഇറങ്ങിയില്ല എങ്കിൽ ആളുകളോട്, സ്വഹാബിമാരോട് വളരെ കർശനമായ സ്വരത്തിൽ ആജ്ഞാപിച്ചിരുന്നെങ്കിൽ പോലും ഒരു സ്വഹാബിക്കും ഒരു മനപ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശൈലിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളുകളുമായിട്ടുള്ള ഇടപഴകലുകളും ഇങ്ങനെ ഈ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോടുള്ള സംസാര രീതിയും സംഭാഷണ രീതിയും ഒക്കെ ഇങ്ങനെയായിരുന്നു എന്നാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവിടെ നിന്ന് ഈ തവാഫുൽ ഇഫാദയും അതുപോലെ തന്നെ ഈ സംസം കുടിക്കലും ഒക്കെ കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മിനയിലേക്ക് തന്നെ പോയി. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ, അഥവാ അയ്യാമു തശ്രീഖ് എന്ന് പറയുമ്പോൾ ഹിജറ ദുൽഹിജ്ജ 10 ഇത്. ദുൽഹിജ്ജ 11, 12, 13 ആ 3 ദിവസങ്ങൾ, പെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങൾ, ആ ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുക. ആ 3 ദിവസങ്ങളും മിനായിൽ തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്നത്. നിസ്കാരം ഖസ്റാക്കി ചുരുക്കി 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്ത് ആക്കുക എന്ന ഖസ്ർ എന്ന് പറയുന്ന ആ ഇളവും കൂടി സ്വീകരിച്ചുകൊണ്ട്, ജംഅ് ചെയ്തിട്ടില്ല, ഖസ്ർ ചെയ്തുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ബിശ്ർ ഇബ്നു സുഹൈം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളിൽ സ്വഹാബിമാർക്കിടയിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ വേണ്ടി കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയും പല സ്വഹാബിമാർ പ്രവാചകൻ്റെ ആ വാക്കുകൾ കേൾക്കുകയും അത് ഉച്ചത്തിൽ ഇത് കേൾക്കാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ മുമ്പും വിശദീകരിച്ചിരുന്നു. ഇവിടെ ബിശ്ർ ഇബ്നു സുഹൈം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, സ്വഹാബിമാർക്കിടയിൽ വിളംബരം ചെയ്യണം, അലാ ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ. മനസ്സിലാക്കണം, അറിയണം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ. ശരിയായ ഈമാനുള്ള ഒരു മുഅ്മിനല്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അഥവാ ഇനി എന്തൊക്കെ ഹജ്ജിൻ്റെ അതിന് പലതരത്തിൽ അത് നമുക്ക് വായിച്ചെടുക്കാം. ജാഹിലിയ കാലത്തും ആളുകൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. വളരെയേറെ പ്രയാസപ്പെട്ട് പലതരത്തിൽ ബലിമൃഗങ്ങളെ അറുക്കുകയും കൊണ്ടുവരികയും ഹജ്ജിന് വേണ്ടി നമ്മൾ ഇന്ന് സഹിക്കുന്നത് പോലെ തന്നെയുള്ള നിരവധി പ്രയാസങ്ങൾ സഹിച്ചാണല്ലോ ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്നത്. പല ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അന്ന് പറയാൻ ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതണ്ട. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം ഈമാനാണ്. അതുപോലെ തന്നെ ഇന്നഹ അയ്യാമു അക്ലിൻ വശുർബ്, അതുപോലെ ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ അത് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. അതുപോലെ ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറകൾ പിന്നെ കല്ലെറിയുകയുണ്ടായി. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യൻ ഒന്ന് നേരെ ഉച്ചയിൽ നിന്ന് തെറ്റുന്ന ആ ഒരു സമയം, ആ ഒരു സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുകൊണ്ട് പുറപ്പെടുകയും 3 ജംറകളിലും കല്ലെറിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുകയുമായിരുന്നു പ്രവാചകൻ്റെ ഈ മിനായിലുള്ള ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലെ പതിവ് എന്ന് സ്വഹാബിമാർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ 2 ജംറകളുടെ അടുക്ക് ഇറങ്ങുകയും ഓരോ കല്ല് എറിയുമ്പോഴും തക്ബീർ ചൊല്ലുകയും ആ കല്ലേറിന് ശേഷം അവിടെ നിന്ന് സുദീർഘമായി നിന്ന് പ്രാർത്ഥിക്കുകയും റസൂലുള്ളാഹി ചെയ്തിരുന്നു. 2 ജംറകളിൽ. 3ാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. ഇന്ന് മസ്ജിദുൽ ഖൈഫ് എന്നറിയപ്പെടുന്ന പള്ളി ഉള്ള സ്ഥലം, അവിടെ വന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നിസ്കരിക്കുകയും ചെയ്യും. ഇതായിരുന്നു ഈ 3 ദിവസങ്ങളിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് വിശദമായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ജംറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലെറിയും, പിന്നെ കഅബയുടെ നേരെ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കും. ഫയഖൂമു തവീലൻ വയദഉ വയർഫഉ യദൈഹി, കൈകൾ ഉയർത്തി വളരെ ദീർഘസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും ആദ്യത്തെ 2 ജംറകളിൽ. 3ാമത്തെ ജംറയിൽ വലാ യഖിഫു ഇൻദഹ, അതിനടുക്ക് പ്രവാചകൻ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ കല്ലെറിഞ്ഞ് തിരിച്ചു പോരുകയായിരുന്നു പതിവ്. ഹാകദാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് പ്രവാചകൻ്റെ കൽപ്പന പോലെ തന്നെ നേർക്ക് നേരെ കണ്ടു മനസ്സിലാക്കുകയും അതിലെ എല്ലാ കാര്യങ്ങളും പരമാവധി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിച്ച് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന് വളരെ കൃത്യമായി ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ഈ ദിവസങ്ങളിലൊന്നും, അഥവാ തവാഫുൽ ഇഫാദ കഴിഞ്ഞ് ഈ പറഞ്ഞ മിനായിൽ താമസിക്കുന്ന ദിവസങ്ങളിലൊന്നും പ്രവാചകൻ മസ്ജിദുൽ ഹറമിലേക്ക് പോയില്ല. അടുത്താണ് മസ്ജിദുൽ ഹറം. മസ്ജിദുൽ ഹറമിൽ പോകാം. സാധാരണഗതിയിൽ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക്, ഒരു ഐച്ഛികമായ ഒരു സൽക്കർമ്മം എന്ന നിലക്ക് വേണമെങ്കിൽ തവാഫുകൾ നിർവഹിക്കാം, അവിടെ പോയി നിസ്കരിക്കാം. പക്ഷേ ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, മക്കയുടെ അടുത്ത് ഈ പറഞ്ഞ ഹജ്ജിൽ തന്നെ പല സന്ദർഭങ്ങളിൽ റസൂൽ താമസിക്കുമ്പോഴും ഇങ്ങനെയൊന്നും ചെയ്തില്ല. അത് മുസ്ലിം ഉമ്മത്തിനോടുള്ളൊരു കാരുണ്യവും മുസ്ലിം ഉമ്മത്തിനെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനവുമായിരുന്നു കാണാൻ കഴിയും. അങ്ങനെ എങ്ങാനും റസൂൽ ചെയ്തിരുന്നെങ്കിൽ അത് ഉറപ്പായും പിന്നെ ആളുകൾ ഹജ്ജിൻ്റെ കർമ്മമായി മനസ്സിലാക്കും. പിന്നെ വീണ്ടും വന്ന് വാജിബ് വേണമെങ്കിൽ പോയി വരാം, അടുത്താണ്. പക്ഷേ ഈ പറയുന്ന വലിയ സംഖ്യ വരുന്ന ഹാജിമാർ പിന്നെ ലോകാവസാനം വരയ്ക്കുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസ്ജിദുൽ ഹറമിലേക്ക് പോകും. അത് ഒരു സുന്നത്തായി ആളുകൾ മനസ്സിലാക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപും പലപ്പോഴും ഈ സന്ദർഭത്തിലുമൊക്കെ അടുത്തായിരുന്നിട്ട് പോലും അവിടെ തന്നെ നിസ്കരിക്കുകയും തവാഫ് ചെയ്യാനോ ഒന്നിനും മസ്ജിദുൽ ഹറമിലേക്ക് മനഃപൂർവ്വം പോകാതിരിക്കുകയും മിനായിൽ തന്നെ നിൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് കാണാൻ കഴിയും. ഈ ദിവസങ്ങളിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മിനായിലേക്ക് വന്നില്ല. അദ്ദേഹം പ്രവാചകനോട് സ്പെഷ്യൽ ഒരു ഇളവ് ചോദിച്ചതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസമിൻ്റെ ആ സിഖായത്ത്, ഹാജിമാർക്ക് സംസത്തിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെയും അദ്ദേഹം ഉൾപ്പെടുന്ന ആളുകളുടെയും ചുമതലയായിരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞാൻ മക്കയിൽ തന്നെ നിന്നോട്ടെ എന്ന് ചോദിച്ചു, ഹറമിൽ തന്നെ നിന്നോട്ടെ എന്ന് ചോദിച്ചു. റസൂൽ അനുവാദം കൊടുത്തു. അതുപോലെ തന്നെ ഈ വലിയ യാത്രാ സംഘത്തിൻ്റെ പ്രവാചകൻ്റെയും സ്വഹാബിമാരുടെയും ഒക്കെ ഉൾക്കൊള്ളുന്ന യാത്രാ സംഘത്തിൻ്റെ കൂടെയുള്ള ഒട്ടകങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ഭൃത്യന്മാർ, ആ ഇടയന്മാർ, അവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഈ മിനായിലെ ഈ വലിയ സംഗമം അതിൽ അവിടെ താമസിക്കേണ്ടതില്ല, അവർക്ക് വേണമെങ്കിൽ മിനയുടെ പുറത്ത് താമസിക്കാം, കുറച്ച് വിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് അവർക്കും ഇളവ് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ വേറൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ നടത്തുകയുണ്ടായി. അബൂ നദ്റ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ ഒന്നിൽ, അതിൻ്റെ ഒരു പകുതിയിൽ എന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയൊരു ഉപദേശം ഇങ്ങനെയായിരുന്നു: യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, അല ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, നിങ്ങളുടെ രക്ഷിതാവ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനായ റബ്ബാണ്. ഒന്നാണ് ആ റബ്ബ്, ഒന്നേ ഉള്ളൂ.
നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന പല പ്രഖ്യാപനങ്ങളും അത് ഒരേ സമയത്ത് നിർവഹിച്ചതല്ല. അറഫ ഖുത്ബ അത് വേറെയാണ്, മിനായിൽ സംസാരം അത് വേറെയാണ്. ഈ പറഞ്ഞതുപോലെ മിനായിൽ ഈ അയ്യാമു തശ്രീഖിന് സമയത്ത് നടത്തുന്ന സംസാരം അതൊക്കെ പല ഘട്ടങ്ങളിൽ നടന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് വാഹിദ്, ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, അതുപോലെ തന്നെ മനുഷ്യരെ, ജനങ്ങളെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ പ്രവാചകൻ ഇത് പ്രഖ്യാപിക്കുന്നത്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും അത് ഏകനാണ്, ആദം അലൈഹിസ്സലാമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വംശീയതയുടെ, മനുഷ്യൻ അവൻ ജനിച്ച സ്ഥലത്തിൻ്റെയോ ഭാഷയുടെയോ കുടുംബത്തിൻ്റെയോ ഒക്കെ പേരിൽ അഭിമാനിക്കുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ വേര് പ്രവാചകൻ അങ്ങ് അറുത്തു കളഞ്ഞു. അറബികളോട് പറഞ്ഞു, അറബികളായ തങ്ങളെക്കാൾ മികച്ചവരില്ല എന്ന് മനസ്സിലാക്കുന്ന, തങ്ങൾ ജനിച്ച അറബികളിൽ തന്നെയുള്ള തങ്ങളുടെ ഗോത്രങ്ങളുടെ പേരിൽ പോരടിക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി, ഒരു അറബിക്കും ഒരു അജമിയുടെ മേൽ, അനറബിയുടെ മേൽ ഒരു ഫദ്ലുമില്ല. അത് മനസ്സിലാക്കണം, അറിയണം. വലാ ലി അജമിയ്യിൻ അലാ അറബി, ഒരു അനറബിക്കും അറബിയേക്കാളും എന്തെങ്കിലും മഹത്വമോ ശ്രേഷ്ഠതയോ ഫദ്ലോ ഒന്നുമില്ല. വല അഹ്മർ അല അസ്വദ്, ഒരു മനുഷ്യൻ്റെ നിറം ചുവപ്പായിപ്പോയി അല്ലെങ്കിൽ വെളുപ്പായിപ്പോയി. ചുവപ്പ് നിറക്കാറക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോമക്കാരായ ആളുകളാണ്. സിറിയയിലും അതുപോലെ തന്നെ റോമൻ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവർ വെളുപ്പ് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന ആളുകൾ. വല അഹ്മർ അല അസ്വദ്, ഒരു വെളുത്തവൻ അല്ലെങ്കിൽ ഒരു ചുവന്നവന് കറുത്തവനേക്കാളും എന്തെങ്കിലും ശ്രേഷ്ഠതയോ ഫദ്ലോ ഇല്ല. വല അസ്വദ് അല അഹ്മർ, കറുത്തവന് തിരിച്ചുമില്ല വെളുത്തവനേക്കാൾ ചുവന്നവനേക്കാൾ. നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് ഫദ്ലുകൾ ഉണ്ടാകുന്നില്ല. ഇല്ലാ ബിത്തഖ്വ, മനുഷ്യന് തഖ്വയുണ്ടെങ്കിലല്ലാതെ. തഖ്വയുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, പേടിക്കുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിറം എന്തായിക്കോട്ടെ, ജനിച്ച സ്ഥലവും ജനിച്ച ഗോത്രവും കുടുംബവും എന്തും ആയിക്കൊള്ളട്ടെ, ഏത് സംസ്കാരത്തിലും ഒരു മനുഷ്യൻ പിറന്നു കൊള്ളട്ടെ, അവന് ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പടച്ചവൻ്റെ അടുത്ത് എന്തെങ്കിലും നേടിയെടുക്കാം, എന്തെങ്കിലും ഫദ്ലുകൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതാൽ അത് തെറ്റി എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അൽ അബല്ലഗ്തു, ഞാനിത് എത്തിച്ചു തന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വദായിലെ ശൈലിയാണല്ലോ അത്. ഹൽ ബല്ലഗ്തു, ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിച്ചില്ലേ? സ്വഹാബിമാർ പറഞ്ഞു, ബല്ലഗ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരെ താങ്കൾ അത് എത്തിച്ചു തന്നു, താങ്കളുടെ ഉത്തരവാദിത്തം താങ്കൾ നിർവഹിച്ചു എന്ന് പറഞ്ഞൊരു സംസാരം ഇവിടെ നടത്തിയത് കാണാം. ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മിനായിൽ നിന്ന് പിന്നെ ഈ അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം, അഥവാ 13-ാം തീയതി ദുൽഹിജ്ജ 13, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഏറും മറ്റും കഴിഞ്ഞ് മുസ്ലിങ്ങൾ ഏറ് കഴിഞ്ഞ് ഇങ്ങനെ പിരിഞ്ഞു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ നിന്ന് മുഹസ്സബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. മക്കയുടെ തന്നെ ഭാഗമായ അവിടെ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മിനായിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുമ്പോൾ ഈ മുഹസ്സബ് എന്ന് പറയുന്ന ഈ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനീ പ്രബോധനത്തെ വഴിമുട്ടിക്കാൻ വേണ്ടി പൂർണ്ണമായ ബഹിഷ്കരണവും ഉപരോധവും ഒരു കാലത്ത് ഖുറൈശികൾ നടപ്പാക്കിയിരുന്നല്ലോ. ബനു ഹാഷിം അതുപോലെ തന്നെ ബനുൽ മുത്തലിബ്, ഈ രണ്ട് പ്രവാചകരുടെ ഏറ്റവും ഈ രണ്ട് ഗോത്രങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇവരുമായി ഒരു വിവാഹബന്ധം പാടില്ല, ഇവരുമായി കച്ചവടം ബന്ധം പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഷിയാബു അബി താലിബ് എന്നറിയപ്പെട്ട, അബൂ താലിബിൻ്റെ താഴ്വര എന്നറിയപ്പെട്ട ആ താഴ്വരയിൽ ഉപരോധിച്ച് പച്ചില മാത്രം നിന്ന് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി ആ തീരുമാനമെടുത്ത സ്ഥലമാണ് ഈ മുഹസ്സബ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അത് ഈ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് തമ്പടിച്ചു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെ വെച്ചാണ് പ്രവാചകൻ അന്നത്തെ ദുഹറും അസ്റും മഗ്രിബും ഇശാവും ഒക്കെ നിർവഹിച്ച് ആ രാത്രിയാണ് അവിടെ കിടക്കുന്നത്. ആ രാത്രി അവിടെ കിടക്കുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങാനേ തിരഞ്ഞെടുത്തത്. ആ രാത്രിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നത്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഉംറയും ഹജ്ജുമായിട്ടാണ് വന്നത്, അപ്പോൾ എനിക്ക് ഹൈദുണ്ടായപ്പോൾ ഹജ്ജ് മാത്രം നിർവഹിച്ച് ഉംറ അസാധുവാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാലും നിങ്ങളൊക്കെ ഹജ്ജും ഉംറയുമായി മടങ്ങിപ്പോകുമ്പോൾ എനിക്ക് ഉംറ ഇല്ലല്ലോ, ഹജ്ജ് മാത്രമല്ലേ ഉള്ളൂ എന്ന് പരിഭവം പറഞ്ഞു. അപ്പോൾ സഹോദരനായ അബ്ദുറഹ്മാൻ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനെ വിളിച്ച് സഹോദരിയായ ആയിഷ റളിയല്ലാഹു അൻഹയും കൊണ്ട് ഹറമിന് പുറത്ത് തൻഈമിൽ പോയി അവിടെ പോയി ഇഹ്റാം ചെയ്ത് വീണ്ടും ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച് തിരിച്ചു വരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രാത്രി
അങ്ങനെ രാത്രിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് അവിടെ പോയി പിന്നെ ഇഹ്റാം ചെയ്ത് പിന്നെ രാത്രി വന്ന് ഉംറ പെട്ടെന്ന് നിർവഹിച്ച് പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന് മുൻപ് തവാഫുൽ വദാ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, കഅബയുമായുള്ള ഹറമുമായുള്ള ഏറ്റവും അവസാനത്തെ ബന്ധം അത് തവാഫുൽ വിദാ നിർവഹിച്ചുകൊണ്ടായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ പോലെയുള്ള മഹദികൾക്ക് അവർക്ക് ഹൈദ് ആ സമയത്തുണ്ടായത് കാരണം അവർക്ക് റസൂലുള്ളാഹി ഇളവ് കൊടുത്തതായി കാണാൻ കഴിയും. തവാഫുൽ വിദാ ഹജ്ജിൻ്റെ ഉള്ളിലുള്ളൊരു നിർബന്ധ കർമ്മമല്ല. തവാഫുൽ ഇഫാദ വരെയാണ് ഹജ്ജിൻ്റെ റുക്നായ കർമ്മം. തവാഫുൽ വിദാ അങ്ങനെയല്ല. ഏറ്റവും അവസാനം മക്കയിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ആ ഹറമുമായുള്ള ബന്ധം തവാഫായിരുന്നാൽ ഏറ്റവും നല്ലത്, അതാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് തവാഫുൽ വിദാഉം കഴിഞ്ഞ് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. 10 ദിവസത്തോളമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഉണ്ടായത്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് 10 ദിവസങ്ങളാണ്. അവിടെ നിന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1-2 ചില സുപ്രധാന സംഭവങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് തൊട്ടടുത്ത ഒരു പ്രവാചകൻ തമ്പടിച്ചൊരു സ്ഥലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഹും എന്നു പേരുള്ള സ്ഥലം. ആ സ്ഥലം അവിടെ ഒരു ജലാശയമുണ്ട്, അല്ലെങ്കിൽ ഒരു കിണറുണ്ട്. അറബിയിൽ ഗദീർ എന്ന് പറയും, ജലാശയത്തിന് ഗദീർ എന്ന് പറയും. അപ്പോൾ ഗദീർ ഹും എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചു. അവിടെ വെച്ച് പ്രവാചകൻ ചില സംസാരങ്ങളൊരു ഖുതുബ നടത്തി. ആ ഖുതുബയും അതുപോലെ തന്നെ പ്രവാചകൻ അന്ന് നടത്തിയ ചില ഉപദേശങ്ങളും ചില വാക്കുകളും ആ വാക്കിൽ പിടിച്ചുകൊണ്ട് ആ വാക്കിനെ ദുർവ്യാഖ്യാനിക്കുകയും അതിന് പ്രവാചകൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ കൽപ്പിക്കുകയും പിന്നീട് ഇസ്ലാമിൻ്റെ തന്നെ അടിവേരറുക്കുന്ന ആദർശത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം പിന്നീട് പിൽക്കാലത്തുണ്ടായി. ഷിയാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവത്തെ ആ ഒരൊറ്റ വാക്ക് അലി റളിയല്ലാഹു കുറിച്ചുള്ള വാക്കും പിടിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അവകാശി പിന്മുറക്കാരൻ അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ ആ വാക്കിനെ ദുർവ്യാഖ്യാനിച്ച് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ അത്ര പ്രശസ്തമല്ലാത്തതും എന്നാൽ ഇസ്ലാമിക ലോകത്ത് ഷീഇകൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമായൊരു സംഭവം കൂടിയാണ് ഗദീർ ഹുമ്മിലെ സംഭവം. അപ്പോൾ ആ ഒരു സംഭവം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടത്തിയ ഉപദേശങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ആദർശം പിൻപറ്റി നല്ല ഈമാനോടുകൂടി പ്രവാചക അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ആ സുന്നത്തുകൾ ജീവിതത്തിൽ അനുവർത്തിച്ച് അങ്ങനെ ആ റസൂലിൻ്റെ ആ ബറക്കത്ത് നേടിയെടുക്കുന്ന പ്രവാചകൻ്റെ ആ ഉമ്മത്തിൽപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതചര്യകളെ എപ്പോഴും ഒരു മാതൃകയായി മുന്നിൽ കണ്ട് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്നെപ്പോലെ ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നല്ല രൂപത്തിൽ മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഹജ്ജ് നിർവഹിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.